അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അത്തറുണ്ടായിരുന്നു എൻ്റെ കീശയിൽ. സ്വാഭാവികമായും മദീനയിൽ ചെന്നപ്പോൾ നമ്മുടെ കണ്ണവം അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ മദനീയ പരിപാടി നടന്നപ്പോൾ ആ സമയത്ത് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം എനിക്ക് തന്നതായിരുന്നു. ആ അത്തറുമായി ഞാൻ റൗള ഷരീഫിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അത്തർ എൻ്റെ കീശയിലുണ്ടായിരുന്നു. ഞാനത് ഇവിടെ വന്ന് ഒരു സ്ഥലത്ത് എടുത്തു വച്ചിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ മംഗലാപുരത്ത് ഒരു കല്യാണ നിക്കാഹിന്റെ പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ ആ അത്തറെടുത്ത് ഞാൻ കീശയിലിട്ടു. അപ്പൊ തങ്ങൾ വഫാത്തായിട്ടൊന്നുമില്ല, അത് രാവിലെയാണ്. അങ്ങനെ ആ അത്തർ എൻ്റെ കീശയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു, എൻ്റെ കയ്യിൽ മദീനത്തുനിന്ന് കൊണ്ടുവന്ന അത്തറുണ്ടല്ലോ, ഞാനതെന്തിനാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്നെന്തിനാണ് ഞാനത് കീശയിലെടുത്തിട്ടത്? ഏതായിരുന്നാലും തങ്ങളുപ്പാപ്പയെ ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. എൻ്റെ കയ്യിലേക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട നൗഫൽ സഖാഫി കളസ ഉസ്താദിന്റെ കയ്യിലേക്ക്, അതുപോലെ തന്നെ കാട്ടിപ്പാർ അബ്ദുൽ ഖാദർ സഖാഫി അവരെ കയ്യിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. വേറൊരു സയ്യിദിന്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ആ വലിയ അത്തർ കുപ്പി മുഴുവനും തങ്ങളുടെ ജനാസയുടെ മുകളിൽ പുരട്ടുകയും ഒഴിക്കുകയും ഒക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത്. ഓരോ നിമിത്തമാണ് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന അത്തർ അതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതായിരിക്കും അള്ളാഹു നിശ്ചയിച്ചത്. അതായിരിക്കും ഇന്നലെ രാവിലെ എൻ്റെ കീശയിലേക്ക് അത് എടുത്തു വെക്കാൻ എനിക്ക് മാനസികമായൊരു തോന്നലുണ്ടായത്. എല്ലാ മഹാന്മാരായ അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ആദരിച്ചവർക്ക് അള്ളാഹു നൽകുന്ന വലിയ അംഗീകാരങ്ങളാണ്. ബഹുമാനപ്പെട്ട കൽത്തർ അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് എറണാകുളത്ത് നിന്ന് മദീനത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഷാർ മുബാറക്ക് പ്രത്യേകമായി കൊടുത്തയച്ചിരുന്നു. ആ ഷാർ മുബാറക്ക് തങ്ങളുടെ ജനാസയുടെ കൂടെ വെച്ചിട്ടാണ് ആ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്രയമായിരുന്നു, വലിയ ഒരു അഭയ കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ.